രാസപദാർത്ഥം, ആ പദാർത്ഥത്തിന്റെ ഏറ്റക്കുറച്ചിൽ വഴിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒരു സിംറ്റമായി, ലക്ഷണമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോപ്പമിൻ ഉൾപ്പെടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഒരു സന്തോഷം നൽകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, കെമിക്കലാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ, ഒരാൾ മദ്യം ഉപയോഗിക്കുമ്പോൾ, ഒരാൾ MDMA ഉപയോഗിക്കുമ്പോൾ വർദ്ധിച്ച തോതിൽ ഈ ഡോപ്പമിൻ ഉൾപ്പെടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഉൽപാദനം ഉണ്ടാവുകയാണ്. താൽക്കാലികമായി വളരെ വലിയൊരു സന്തോഷം ലഭിക്കുകയാണ്. ആ ഒരു മരുന്നിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം ഇല്ലാതെ പോവുകയാണ്. പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ വർക്ക് പോലും ചെയ്യാൻ ഈ ലഹരി തന്നെ വേണമെന്ന അവസ്ഥ വരികയാണ്. അവസാനം അതിന് അഡിക്റ്റ് ആവുകയാണ്. അങ്ങനെ അഡിക്റ്റ് ആവുമ്പോൾ അവന്റെ ശരീരത്തെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാഭ്യാസം ബാധിക്കുന്നു, ജോലിയെ ബാധിക്കുന്നു, സാമൂഹിക കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്തെല്ലാമാണോ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ വിഘാതങ്ങൾ, പ്രശ്നങ്ങൾ, വിഘ്നങ്ങൾ സംഭവിക്കുന്നു. അവസാനം സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന, ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന ചിത്തഭ്രമത്തിലേക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല.